അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പാണക്കാട് തങ്ങൾമാരുടെ വീട്ടിൽ നടന്ന കല്യാണത്തിനെ ആക്ഷേപിക്കുന്നവർ, കുറ്റപ്പെടുത്തുന്നവർ ധൂർത്താണെന്ന് പറഞ്ഞ് വീഡിയോ ഇറക്കുന്നവർ ശ്രദ്ധിക്കുക. അത് വളരെ മോശമാണ്. എന്തെങ്കിലും പറയുക എന്നതിൻ്റെ മുമ്പൊന്ന് ആലോചിക്കണ്ടേ? പാണക്കാട് തങ്ങൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതാവാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ അറിയപ്പെട്ട ഒരു മഹാവ്യക്തിത്വമാണ് ആ കുടുംബം. രാഷ്ട്രീയപരമാവട്ടെ അല്ലാതാവട്ടെ സാമൂഹിക സാംസ്കാരിക രംഗത്തൊക്കെ അറിയപ്പെടുന്ന ഒരു വലിയ കുടുംബമാണത്. ആ കുടുംബത്തിലൊരു കല്യാണം നടക്കുമ്പോൾ ഈ നാട്ടിലെ എല്ലാവരും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നേതൃരംഗത്തുള്ള മതരംഗത്തുള്ള എല്ലാവരും പങ്കെടുക്കുന്ന ഒരു കല്യാണമാണ്. അത് അതിൻ്റേതായ മട്ടത്തിൽ തന്നെ നടത്തണ്ടേ? ഓരോരുത്തരും അനുയോജ്യമായ നിലയിലാണ്. ധൂർത്ത് എന്ന് പറയുന്ന വിഷയം എവിടെയാണ് നടക്കുക? ഒന്നിനും കഴിയാത്ത ഒരുത്തൻ വലിയ കല്യാണം നടത്തുമ്പോൾ അതിൻ്റെ പേരാണ് ധൂർത്ത്. ഓരോരുത്തർക്കും അവരോട് അനുയോജ്യമായി കല്യാണം നടത്തണം. അതിനേക്കാൾ അപ്പുറം വരുമ്പോഴാണ് ധൂർത്ത് എന്ന് പറയാം. യൂസുഫ് അലി സാഹിബ് കല്യാണം നടത്തും പോലെ ഞാൻ നടത്തിയാൽ അതിൻ്റെ പേര് ധൂർത്ത് എന്നാണ്. ഓരോരുത്തർക്കും അവരുടേതായ അനുയോജ്യമായ നിലയിലാണ് കല്യാണം നടത്തുക. എന്നിട്ട് രാഷ്ട്രീയ വൈരാഗ്യമാണോ എന്തോന്നറിയില്ല, അതിനെങ്ങനെ ഇട്ടിട്ട് ഒലുമ്പുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വല്ലാതെ പറയുന്ന ആളുകളോട് പറയാണ്, ദയവ് ചെയ്തിട്ട് കാര്യങ്ങൾ സംസാരിക്കുക. ധൂർത്ത് എപ്പോഴും പരിശുദ്ധ ഒരു വിവാഹം എന്ന് പറയുന്ന ആ മഹത്തായ കർമ്മത്തിൽ ധൂർത്ത് ഒരിക്കലും പറ്റില്ല. ആ തെറ്റ് തന്നെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഒന്നിനും കഴിവില്ലാത്ത സാധാരണക്കാരായ ആളുകൾ ലോൺ എടുത്തിട്ടും മറ്റുമൊക്കെ ആയിട്ട് വലിയ പേരിൽ കല്യാണം നടത്തിയിട്ട് അവസാനം കടക്കെണിയിലായിട്ട് ജീവിതം മുഴുക്ക വിഷമിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കാണാറുണ്ട്. അത് ധൂർത്താണ്. അവനെക്കൊണ്ട് കഴിയണ മാതിരിയെ കല്യാണം നടത്താവൂ. പാണക്കാട് കുടുംബം എന്ന് വെച്ചാൽ ലോകത്ത് കേരളത്തിൽ അറിയപ്പെട്ടൊരു മഹാകുടുംബമാണത്. സയ്യിദ് കുടുംബത്തിൽപ്പെട്ടവരാണ്. രാഷ്ട്രീയ നേതൃത്വമാണ്. അതുകൊണ്ട് തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, നേതാക്കൾ, മതപണ്ഡിതന്മാർ തുടങ്ങി VIP-കളായ സമൂഹത്തിൽ അറിയപ്പെടുന്ന എല്ലാ രംഗത്തുള്ള ആളുകൾ, EK, AP എല്ലാ രംഗത്തുള്ള ആളുകളും വരും. അപ്പം ആ VIP-കളായ സമുന്നതരായ നേതാക്കളെ സ്വീകരിക്കുന്ന നിലക്കുള്ളൊരു വിവാഹമായിരിക്കണം. അല്ലെങ്കിൽ അത് മോശമാണ്. ആ നിലയിൽ അവർക്ക് കല്യാണം നടത്താൻ പാടുള്ളൂ. നമ്മൾ സാധാരണക്കാരൻ ചെറിയ നിലക്ക് കല്യാണം നടത്തും പോലെ പാണക്കാട്ട് തങ്ങൾ കല്യാണം നടത്താൻ പറ്റുമോ? ചിന്തിക്കണ്ടേ നമ്മൾ? യൂസുഫ് അലി സാഹിബ് ഒരു കല്യാണം നടത്തിയാണ് മക്കളെ കല്യാണമാണെങ്കിൽ അത് ചെറിയ സാധാരണക്കാരമായി നടത്താൻ പറ്റുമോ? ഓരോരുത്തരോടും അനുയോജ്യമായ നിലയിലാണ് വിവാഹം നടത്തേണ്ടത്. അവർ കല്യാണം നടത്തും പോലെ ഞാൻ കല്യാണം നടത്തിയാൽ അതിൻ്റെ പേര് ധൂർത്ത് എന്നാണ്. ധൂർത്ത് എപ്പോഴാണ് ആവുക? ധൂർത്തല്ലാതെ സാധാരണ നല്ലൊരു കല്യാണം എങ്ങനെ ആവുക എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതിൻ്റെ വൈരാഗ്യമാണോ, ദേഷ്യമാണോ, അറിവില്ലായ്മയാണോ എന്നറിയില്ല. ഒരിക്കലും എന്തെങ്കിലും കാണാതെ എന്തും പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. അത് മോശമാണ്. ഓരോരുത്തർക്കും അനുയോജ്യമായ നിലയിലായിരിക്കണം വിവാഹം. പക്ഷെ പല ആളുകളും വിവാഹം നടത്തുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ കൊണ്ട് പൊടിച്ച് പാട്ടും നൃത്തസംഗീതങ്ങളും ഓഡിയോയും വീഡിയോയും ആർഭാടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. തൊട്ടടുത്ത വീട്ടിൽ, ഓല വെച്ച വീട്ടിൽ, ഓലപ്പാളികൾക്കകത്തുകൂടെ ഒരു പെൺകുട്ടി നോക്കി തേങ്ങുന്നുണ്ട്. ആ കുട്ടിയുടെ മനസ്സിൽ, പടച്ചവനെ, എൻ്റെ കൂടെ ഒന്നിച്ചിരുന്ന് സഹപാഠിയായ പെൺകുട്ടി, കൂട്ടുകാരി ആർഭാട പുരസ്സരം പൊന്നണിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ എൻ്റെ കഴുത്തിൽ മിന്നു ചാർത്താൻ ഭർത്താവ് വരാൻ, എനിക്കൊരു ഭർത്താവിനെ കിട്ടാൻ എൻ്റെ ഉപ്പാക്ക് കഴിവില്ലല്ലോ റബ്ബേ എന്ന് ഓർത്തിട്ട് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ണുനീരിവിടുത്തെ സമ്പന്നന്മാരുടെ തീരാശാപമാണ്. അത് മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയണം. അത് പാവപ്പെട്ടവനും പണക്കാരനും പണിക്കാരനൊക്കെ കഴിയണം.
വിവാഹം നടത്തുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. വല്ലാതുള്ള ഓവർ ആർഭാടങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ആ ദിവസം ഒരു ചെറിയ സംഖ്യ അതിൽ പാവപ്പെട്ട കുട്ടിയെ വിവാഹം കഴിക്കാൻ വേണ്ടി മാറ്റിവെച്ചിട്ട് ധൂർത്തുകളൊന്നും ഒഴിവാക്കിയിട്ട് ആ ധൂർത്തിന് ചെലവഴിക്കുന്ന പൈസ പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി ചെലവഴിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതവർ ചെയ്യുന്ന ഏറ്റവും വലിയ ധർമ്മമാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നു, ആക്ഷേപവും കുറ്റപ്പെടുത്താനും നമുക്കൊക്കെ സമയം ഭയങ്കര ഇൻട്രസ്റ്റാണ്. പക്ഷേ അത് ഓരോരുത്തരോടും അനുയോജ്യമായ നിലയിലായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എനിക്ക് കഴിയുന്ന നിലയ്ക്ക് എനിക്ക് വിവാഹം നടത്താൻ പറ്റും. മറ്റൊരാൾ വിവാഹം കഴിക്കുന്നത് നോക്കി അവരുടെ സാന്നിധ്യവും അവരുടെ സെറ്റപ്പും അവരുടെ നിലവാരവും അനുസരിച്ചാണ് ഓരോരുത്തരും വിവാഹം കഴിക്കേണ്ടത്. അതുകൊണ്ട് കുറ്റപ്പെടുത്താൻ മാത്രം സമയം കാണുക എന്നത് തെറ്റാണെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്.